നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ വിഴിഞ്ഞത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ എന്തോ ഒരു സംരംഭം കണ്ടു. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കാം. എന്നാലും എന്തോ ഒരു നല്ല കാര്യം നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ അതിൻ്റെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമസ്കാരം സാർ. എന്താണ് ഈ സംഭവം? ഇത് നമ്മളെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കണം. അതായത് നമ്മളെ വയസ്സായുള്ള വിദ്യാർത്ഥികൾ അവരിലുള്ള വിദ്യാർത്ഥികളും കൂടെ ചേർന്നുകൊണ്ട് ഇത് നമ്മളെ മിനി MCF എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ നിന്ന് ശരി പ്ലാസ്റ്റിക്കുകൾ. ഈ നേരത്തെ ഈ സ്ഥലം വളരെ വൃത്തികേടായി കിടന്ന ഇപ്പൊ ഇവര് ദൗത്യം ഏറ്റെടുത്ത് വെങ്ങാനൂർ പഞ്ചായത്തിനെ സഹായിക്കാൻ വേണ്ടി സ്റ്റുഡൻസ് എല്ലാം കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഈ പ്രോജക്റ്റിൻ്റെ പേരെന്താണ്? സ്നേഹാരാമം. ഓക്കെ. അപ്പോൾ ഇതിവിടെ മാത്രമേ ഉള്ളൂ? വേറെ എവിടെയെങ്കിലും ചെയ്തിരുന്നു. ഓക്കെ. ശരി വന്നിട്ട് സാറിൻ്റെ പേര് ചോദിച്ചില്ല. ബൈജു. ഓക്കെ സാർ. അപ്പോൾ സന്തോഷം. ഞാൻ എന്തായാലും ഇവരോടൊക്കെ ചോദിക്കാം. നമസ്കാരം സാർ. ഇത് നിങ്ങൾ ഇതിൻ്റെ ക്രൈസ്തർ കോളേജിൻ്റെ ആൾക്കാരാണല്ലോ? അവിടുത്തെ NSS ഉണ്ടല്ലോ പിള്ളേർ. ഓക്കെ പഞ്ചായത്തിൽ നിന്ന് സ്നേഹാരാമം എന്ന് പറഞ്ഞിട്ട് നടന്നിരിക്കുന്ന ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. അത് അവർ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെല്ലാം പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഒരു 3 ദിവസമായിട്ട് ഞങ്ങൾ പിള്ളേർ ചെയ്യാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. നേരത്തെ വളരെ വൃത്തിയിടായിരുന്ന ഒരു സ്ഥലമായിരുന്നല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നിങ്ങളുടെ പേരെന്ന് പറയാമോ? പേരെന്താ? അബിൻ. ഇപ്പൊ പഠിക്കുന്ന ഏതിനാ? ഓക്കെ. നമ്മുടെ പേര് ഹേമന്ത്. ഏതിനാ പഠിക്കുന്നത്? ഓക്കെ. അവിടെ ഏതാ? ഓക്കെ. നമ്മുടെ പേര് ടാക്സ്. ഓക്കെ. അവിടെ മോളുടെ പേര്? ശരി. ഓക്കെ. ഇതേ ഒരാളവിടെ പുറകെ നിൽക്കും. നമ്മുടെ പേര്? ഓക്കെ. എന്താ പഠിക്കുന്നത്? ഓക്കെ. എന്തായാലും എല്ലാവർക്കും വളരെയധികം അഭിനന്ദനം. ഇങ്ങനെ ഒരു പരിപാടി, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത്രയും വൃത്തികേടായി കിടന്ന ഒരു സ്ഥലം എന്തായാലും NSSൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുമായി ചേർന്ന് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. എന്തായാലും നമ്മുടെ ഈ പ്രേക്ഷകരെല്ലാം, ഇത് കാണുന്നവരെല്ലാം ഇതിന് എല്ലാവിധ ആശംസകൾ നേരുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് ഇവിടെ സാറേ, ഇത് എന്താണ് പ്ലാസ്റ്റിക് ശേഖരണമാണോ കൊണ്ടുവരുന്നത്? ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ അതെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ശേഖരിക്കുന്ന സാധനമൊക്കെ പിന്നീട് എന്ത് ചെയ്യും? കൊണ്ടുപോകും. കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം തന്നെ ഏകദേശം കുറേ ഫുള്ളായിട്ടുണ്ടല്ലേ? എത്തും. ഓക്കെ. എന്തായാലും വളരെ സന്തോഷവും അതിനൊപ്പം ഉള്ള ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. ശരി. വളരെ നന്ദി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വാർത്ത നിങ്ങൾ പരമാവധി എല്ലാവരിലും ഷെയർ ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട്. ഇങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളും അതുപോലെ ഭരണ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷം കാഴ്ചയുമായി വീണ്ടും കാണാം.